സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അമേരിക്കയുടെ പോർ വിമാനം ഇറാൻ തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയും നാണക്കേടുമാണ് ഈ ദൃശ്യം. അതായത് ഇറാൻ പുതിയ തന്ത്രം പയറ്റുകയാണ്. അതിൻ്റെ ഞെട്ടലാണ് ഇസ്രയേലും അമേരിക്കയും എന്ന് തന്നെ പറയാം. ഇത്രയും ദിവസം പ്രതിരോധമായിരുന്നു ഇറാൻ രീതിയെങ്കിൽ ഇപ്പോൾ അത് ആക്രമണമായി മാറിയിരിക്കുകയാണ്. തെക്കൻ സെൻട്രൽ ഇസ്രയേലിൽ കനത്ത നാശം വിതച്ച ഇറാൻ ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടു. ഇതിനു മുന്നെയാണ് അമേരിക്കയെയും ലോകത്തെ ആകെയും ഞെട്ടിച്ച് 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ മിസൈൽ വിട്ടത്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പോർ വിമാനത്തെയും വെടിവെച്ചിട്ടു. മാത്രമല്ല ട്രംപിൻ്റെ ഭീഷണിക്ക് ചുട്ട മറുപടിയും ഇറാൻ നൽകുന്നുണ്ട്. ഇറാൻ വെറുതെ പറയില്ലെന്ന് ട്രംപിനും ബോധ്യമായിട്ടുണ്ട്. ഹോർമൂസ് തുറന്നില്ല എങ്കിൽ ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ തകർക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയായി ഇറാൻ പറഞ്ഞത് എങ്കിൽ ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും ജലശുദ്ധീകരണ ശാലകളെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്നാണ്. അതായത് ഏറെക്കുറെ സംഘർഷത്തിൽ ഇറാൻ മേധാവിത്വം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നാണക്കേട് മറയ്ക്കാൻ ഇറാൻ മരിച്ചു എന്നും മറ്റുമൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിനിടെ ബ്രിട്ടനും ഇറാനെതിരായ സൈനിക നീക്കത്തിൽ പങ്കുചേരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതേസമയം ഇസ്രയേലിൽ നെതന്യാഹുവിനും തീവ്ര ജൂതപക്ഷ നിലപാടുകാർക്കുമെതിരെ ജനം തിരിയുന്ന സാഹചര്യവും ഉടലെടുത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം. അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അവരുടെ രണ്ടാം പോർ വിമാനത്തെ ഇറാൻ വെടിവെച്ചിട്ടു എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഹോർമൂസ് ദ്വീപിന് സമീപം വ്യോമാതിർത്തി ലംഘിച്ച F-15 വിമാനം മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നാണ്, പ്രതിരോധ മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഇറാൻ്റെ ജോയിന്റ് എയർ ഡിഫൻസ് കമാൻഡ് അറിയിച്ചത്. ഈ വിമാനം തകരുന്ന ദൃശ്യമാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നാൽ ഈ വാർത്ത, ഈ വീഡിയോ എടുക്കുന്നതുവരെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. 3 ദിവസം മുമ്പ് അമേരിക്കയുടെ അത്യാധുനിക F-35 സ്റ്റെൽത്ത് പോർ വിമാനത്തിനും ഇറാൻ്റെ വെടിയേറ്റിരുന്നു. ആ വിമാനം തകർന്നിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. വെടിയേറ്റ് കേടുപാട് പറ്റി തുടർന്ന് മറ്റൊരു ബേസിൽ അടിയന്തരമായി ഇറക്കി എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നത്. എന്തായാലും പേരുകേട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ള വിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിടുന്നത് അമേരിക്കയ്ക്ക് കനത്ത നാണക്കേടാണ്. ശത്രുക്കളുടെ റഡാറുകൾക്കോ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾക്കോ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ വിമാനങ്ങളെ രൂപകൽപ്പന ചെയ്യുന്ന വിദ്യയാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ. ഇതിനെ ലോ ഒബ്സർവബിൾ ടെക്നോളജി എന്നും പറയുന്നുണ്ട്. ഇത്തരം വിമാനങ്ങൾ റഡാർ സ്ക്രീനിൽ ഒരു ചെറിയ പക്ഷിയുടെയോ മറ്റോ വലിപ്പത്തിൽ മാത്രം കാണപ്പെടും. അതാണ് ഈ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. അമേരിക്കയുടെ ഈ പേരുകേട്ട സാങ്കേതിക വിദ്യ റഷ്യൻ സാങ്കേതിക വിദ്യയും തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക റഡാർ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇറാൻ മറികടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ റഷ്യയുടെ S-400 ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും ദീർഘദൂരത്ത് നിന്ന് കണ്ടെത്താൻ ഇതിലെ അത്യാധുനിക റഡാറുകൾക്ക് സാധിക്കും. റേഡിയോ തരംഗങ്ങൾക്ക് പകരം ഫോട്ടോണുകൾ ഉപയോഗിക്കുന്ന ക്വാണ്ടം റഡാറുകൾ വികസിപ്പിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പരമ്പരാഗത റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് കഴിയുമെങ്കിലും ക്വാണ്ടം റഡാറുകളെ മറികടക്കുക അസാധ്യമാണ്. പിന്നെ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ബാവാർ 373 മിസൈൽ പ്രതിരോധ സംവിധാനവും ഉപയോഗിച്ചാണ് അമേരിക്കൻ പോർ വിമാനങ്ങളെ ഇറാൻ കൃത്യമായി ലക്ഷ്യമിടുന്നത്. ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ളതാണ് ഈ ബാവാർ എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും ഇറാൻ്റെ വ്യോമ പ്രതിരോധ ശേഷി അമേരിക്കയ്ക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇസ്രയേലിലെ തെക്കൻ ഭാഗത്തും സെൻട്രൽ ഭാഗത്തും ഉള്ള ആളുകൾക്ക് ശനിയാഴ്ച ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഇറാൻ ആക്രമണത്തിൽ 200ഓളം പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. തെക്കൻ നഗരങ്ങളായ അറാദിലും ഡിമോണയിലും ഇറാൻ അതീവ വിനാശകരമായ ആക്രമണമാണ് നടത്തിയതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഏകദേശം 100ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ട്. അറാദിലേക്ക് മാത്രം ഏകദേശം 60ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ എത്തി. ഇതിൽ പകുതി മാത്രമേ ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മിസൈലുകൾ വീണ് ഇസ്രയേലിലെ കെട്ടിടങ്ങൾ നിലം പൊത്തുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഡിമോണ ലക്ഷ്യമാക്കി 40ഓളം ഇറാൻ മിസൈലുകളാണ് അവിടെ നിന്ന് വന്നത്. നഗരത്തിന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. പക്ഷേ ആണവ കേന്ദ്രത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഒരേ സമയം 100ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ ഇങ്ങനെ തൊടുത്തുവിട്ടത്. ഇത്രയധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം നേരിടാൻ ഇസ്രയേലിൻ്റെ ആരോ 3, ഡേവിഡ് സ്റ്റിംഗ് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇറാൻ ഉപയോഗിച്ച അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളെ കണ്ടെത്താനോ തകർക്കാനോ നിലവിൽ ഇസ്രയേലിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രയാസമാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു.
ഇവയുടെ അതിവേഗവും ഗതി മാറാനുള്ള ശേഷിയുമാണ് ഇസ്രയേലിന് വെല്ലുവിളിയാകുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലെല്ലാം അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് ഇസ്രയേലിൻ്റെ പ്രതിരോധ മിസൈലുകൾ ഇറാൻ മിസൈലുകളെ നേരിടാനായി പോകുമ്പോൾ ഇറാൻ മിസൈലുകൾ ഗതി മാറി ഭൂമിയിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ്റെ ഇലക്ട്രോണിക് വാർഫെയർ വിഭാഗം ഇസ്രയേലിൻ്റെ റഡാറുകളെ ഭാഗികമായി തടസ്സപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ അപായ സൈറൻ മുഴങ്ങും മുമ്പ് തന്നെ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഇത്രയും പേർക്ക് പരിക്കേറ്റത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇസ്രയേൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ നദാൻസ് ആണവ നിലയത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമാണ് ഇതെന്നാണ് ഇറാൻ പറയുന്നത്. ഇനിയും തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ ഇസ്രയേലിന് ഇതുപോലുള്ള സർപ്രൈസ് അറ്റാക്കുകളെ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. എന്തായാലും ഇറാൻ മിസൈലുകളെ ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്തത് അവിടെ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ലോകപ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് ജനം തന്നെ പറയുന്നത്. മാത്രമല്ല, തീവ്ര ജൂതപക്ഷ നേതാക്കൾക്കെതിരെയും നെതന്യാഹുവിനെതിരെയും ജനരോഷം ഇസ്രയേലിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റാമർ ബെൻഗറിനെ പോലുള്ള വളരെ വർഗീയമായ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മന്ത്രിമാർക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. അതിനിടെ ഹോർമൂസ് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ല എങ്കിൽ ഇറാൻ്റെ ഊർജ്ജ മേഖലകളെ തകർക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങളുടെ ഊർജ്ജ മേഖലകളെ അമേരിക്ക ലക്ഷ്യമിട്ടാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേലിൻ്റെ നിർണായക കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഗൾഫിലെ ഊർജ്ജശാലകളെയും ജലശുദ്ധീകരണശാലകളെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. 1-10 എന്ന രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്ന് ഇറാൻ്റെ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഖത്തറിലെ പ്രകൃതിവാതക കേന്ദ്രത്തിൽ ഇറാൻ നടത്തിയതുപോലുള്ള ആക്രമണം ഇനിയും നടത്തിയാൽ അത് വലിയ ആഘാതമായിരിക്കും ലോകത്ത് തന്നെ സൃഷ്ടിക്കുക. ഖത്തറിൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതം അമേരിക്കയിലേക്കും ജപ്പാനിലേക്കും നമ്മുടെ ഇന്ത്യയിലേക്കുമൊക്കെ ഉണ്ടായി. ഗ്യാസ് വില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ സൗദി അറേബ്യയിലെയോ UAE-യിലെയോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട എണ്ണവാതക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി തന്നെ അതുണ്ടാക്കും. ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് അവിടുത്തെ ജലശുദ്ധീകരണശാലകൾ. ഇവ തകർക്കപ്പെട്ടാൽ മേഖലയിൽ വലിയൊരു മാനുഷിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഇറാൻ കണക്കാക്കുന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഈ ഭീഷണിയിലൂടെ വ്യക്തമാക്കുന്നത്. GPS ഗൈഡഡ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇത്തരം ശാലകളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നു. എണ്ണ വിതരണത്തിന് പുറമെ ഗൾഫിലെ കുടിവെള്ള വിതരണം കൂടി തടസ്സപ്പെട്ടാൽ അത് മേഖലയാകെ അസ്ഥിരപ്പെടുത്തും എന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാൻ്റെ ഭീഷണിയെ വില കുറച്ച് കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രംപ് ഉള്ളത്, ഗൾഫ് രാജ്യങ്ങളും ഉള്ളത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടയുന്നത് തങ്ങളുടെ പരമാധികാരമാണെന്നും ഭീഷണിക്ക് വഴങ്ങി ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ നിലപാട് ആവർത്തിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ച് ലോകത്തെ ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കുമെന്നും ഇറാൻ കൂട്ടിച്ചേർക്കുന്നു. അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങളുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നും, അതായത് ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് തങ്ങൾ നീങ്ങുമെന്നും ഇറാൻ്റെ ചില ഉന്നത ഉദ്യോഗസ്ഥർ സൂചന നൽകിയിട്ടുണ്ട്. ഇനിയും വലിയ ആക്രമണത്തിന് സജ്ജമാണെന്നും അമേരിക്കൻ വിമാനങ്ങളെയും കപ്പലുകളെയും തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ തയ്യാറാണെന്നും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് വീണ്ടും വീണ്ടും പറയുന്നു. എന്തായാലും ട്രംപിന് ചുട്ട മറുപടിയും കൃത്യമായ മുന്നറിയിപ്പുമാണ് ഇറാൻ നടത്തുന്നത് എന്നത് ശ്രദ്ധിക്കണം. വ്യക്തമായ പ്ലാനോടെയാണ് ഇറാൻ ഈ സംഘർഷത്തെ നേരിടുന്നത്, അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ ഉടനീളം അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് നിരീക്ഷകരെല്ലാം ഒരുപോലെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ മുന്നറിയിപ്പുകളെ ട്രംപിന് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനിടെ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിയ ബ്രിട്ടൻ സൈനിക നീക്കത്തിൽ ഉടൻ പങ്കുചേരുമെന്ന് ഡെയിലി മെയിൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡീഗോ ഗാർഷ്യ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ ഈ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ തങ്ങൾക്കെതിരായ ആക്രമണമായി ബ്രിട്ടൻ കണക്കാക്കുന്നു എന്നാണ് പത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ അത്യാധുനിക ആണവ അന്തർവാഹിനിയായ HMS ആസ്റ്റ്യൂഡ് അന്തർവാഹിനികൾ ഈ അറബിക്കടലിൽ എത്തിയതായി വിവരങ്ങൾ ഈ പത്രം പുറത്തുവിടുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് പിന്തുണ നൽകാനുമാണ് ബ്രിട്ടൻ്റെ ഈ അന്തർവാഹിനി വെച്ചുള്ള നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടോമോഹാക്ക് മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബ്രിട്ടൻ്റെ അന്തർവാഹിനികൾ. ഇറാൻ്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ കടലിൽ നിന്ന് നേരിട്ട് ആക്രമിക്കാനും ഈ അന്തർവാഹിനികൾക്ക് സാധിക്കും. തങ്ങളുടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും മേഖലയിലെ സമാധാനം നിലനിർത്താനും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഈ വിന്യാസമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കുന്നത്.
നേരത്തെ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ബ്രിട്ടൻ റാഫ് ഫയർഫോർഡ്, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിഗോ ഗാഷ്യ എന്നീ ഈ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇറാൻ ഡിഗോ ഗാഷ്യയിലേക്ക് മിസൈൽ തൊടുത്തത്. ഇത് ട്രംപിനെയും ബ്രിട്ടനെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. കാരണം 4000 കിലോമീറ്റർ താണ്ടിയാണ് ഇറാൻ്റെ മിസൈൽ ഈ ഡിഗോ ഗാഷ്യയിലേക്ക് എത്തിയത്. ഒരു രാജ്യത്തിൻ്റെ മിസൈലുകൾ എത്തില്ലെന്ന് അതുവരെ വിചാരിച്ചിരുന്ന ഇടത്തേക്കാണ് ഇറാൻ്റെ മിസൈലുകൾ എത്തിയത്. ഇതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇപ്പോൾ ഇറാനെതിരെ സൈനിക നീക്കത്തിൽ ഭാഗികമായി പങ്കുചേരുന്നതിന് ഈ ഡിഗോ ഗാഷ്യ ഒരു കാരണമാണ് എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സംഘർഷത്തിൻ്റെ ഒരു വശത്ത് ഇറാൻ കൃത്യമായ മേധാവിത്വം പുലർത്തുന്നു എന്നാണ് അമേരിക്കൻ അനുകൂല അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഭീഷണിക്ക് ഇറാൻ 48 മണിക്കൂർ കഴിഞ്ഞാലും വഴങ്ങില്ല എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. മറുഭാഗത്ത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങൾ ചിതറിപ്പോകുന്നു എന്നും ചില നിരീക്ഷകർ പറയുന്നു. മാത്രമല്ല, ഇസ്രയേലിന് ലബനോനിൽ നിന്നുള്ള ഹിസ്ബുള്ളയെ നേരിടേണ്ടി വരുന്നതും അവരുടെ പ്രശ്നമാണ്. ഇസ്രയേലിന് അത് പ്രശ്നമാണ്. എന്തായാലും സംഘർഷം പുതിയ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യയും അതിലൂടെ ലോകമാകെയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എത്രയും പെട്ടെന്ന് സംഘർഷത്തിന് അയവ് വന്നില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം അല്ലെങ്കിൽ കാര്യങ്ങളെ അത് കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയും. അത് ഒരു തീർച്ചയായിട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് സംഘർഷങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.